കർക്കിടക വാവിനോടനുബന്ധിച്ച് ഹൈന്ദവർ വിവിധ പിതൃതർപ്പണ കേന്ദ്രങ്ങളിലെത്തി വാവുബലി അർപ്പിച്ചു. വാവുബലിയോടനുബന്ധിച്ച് ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. കനത്ത മഴയെ അവഗണിച്ച് ജില്ലയിലെ വിവിധ പിതൃതർപ്പണ കേന്ദ്രങ്ങളിൽ നിരവധി ആളുകൾ പിതൃക്കൾക്ക് വാവുബലി അർപ്പിക്കാനെത്തി. എല്ലാ പിതൃതർപ്പണ കേന്ദ്രങ്ങളിലും വെളുപ്പിന് 4:30 മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. നാഗമ്പടം മഹാദേവ ക്ഷേത്രം, വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം, മൂലേപ്ലാവ്, മണൽപ്പുറം, വിവിധ ക്ഷേത്രക്കടവുകൾ എന്നിവിടങ്ങളിൽ ബലിതർപ്പണത്തിന് സൌകര്യമൊരുക്കിയിരുന്നു. ചേനപ്പാടി ഇടയാറ്റുകാവ് ദേവീക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ബലിതർപ്പണവും തിലഹവനവും നടന്നു. വെളുപ്പിന് 5-ന് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് നാരായണപിള്ള നേതൃത്വം നൽകി. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മീനരി വഴിപാടും നടത്തി. കടേനിക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾക്കും വിശേഷാൽ പൂജകൾക്കും ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി നേതൃത്വം നൽകി. ചെറുവള്ളി ദേവീക്ഷേത്രത്തിൽ ക്ഷേത്രച്ചിറയിലാണ് തർപ്പണ ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകൾക്ക് തെക്കുംതറ കൃഷ്ണകുമാറായിരുന്നു നേതൃത്വം. ചിറക്കടവ് പുന്നശ്ശേരി മഠത്തിലും വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വെളുപ്പിനെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടന്ന തർപ്പണ ചടങ്ങുകൾക്ക് തിരുവനന്തപുരം വാസുദേവൻ പോറ്റി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊൻകുന്നം 1044 നമ്പർ SNDP യൂണിറ്റിൽ നടന്ന വാവുബലി തർപ്പണത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് തമ്പലക്കാട് മോഹനൻ ശാന്തി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കർക്കിടക വാവു ദിവസം പിതൃതർപ്പണത്തിന് വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ 10,000 രാവിലെ 4:30 ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് 20-ൽ പരം കാർമ്മികർ നേതൃത്വം നൽകി. ശ്രീരാമനും ലക്ഷ്മണനും 2 കൊടിമരങ്ങളുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ വെന്നിമലയിൽ ഏറ്റവുമധികം വിശ്വാസികൾ എത്തുന്നത് കർക്കിടക വാവുബലി നാളാണ്. ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന വെന്നിമല ശ്രീ രാമലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ 10,000-കണക്കിന് വിശ്വാസികൾ പിതൃതർപ്പണ പൂജകൾക്കായി രാവിലെ തന്നെ എത്തി. 20-ൽ പരം കർമ്മികളുടെ നേതൃത്വത്തിൽ രാവിലെ 4:30-ന് ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളുടെ ബാഹുല്യം കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം കനത്ത മഴയിൽ ക്ഷേത്രത്തിലെ ആനക്കൊട്ടലിന്റെ തൂണുകൾ തകർന്നിരുന്നു. സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ കർക്കിടക വാവുബലിക്ക് മുമ്പായി ആനക്കൊട്ടലിന്റെ തൂണുകൾ താൽക്കാലികമായി ബലപ്പെടുത്തിയിരിക്കുകയാണ്. ആനക്കൊട്ടിൽ പഴമ നിലനിർത്തി പുതുക്കി പണിയുന്നതിന് 5 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. വെന്നിമലയിലേക്ക് ഗതാഗത സൗകര്യം കുറവായതിനാൽ വാവുബലി ദിവസം KSRTC പ്രത്യേക സർവീസ് നടത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇരുചക്ര വാഹനങ്ങളിലും ടാക്സി വാഹനങ്ങളിലും സ്വകാര്യ വാഹനങ്ങളിലുമായാണ് വെന്നിമലയിൽ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മണർകാട്. കർക്കിടക വാവിന്റെ പൈതൃക പുണ്യം ഏറ്റുവാങ്ങി മണിമലയാറിന്റെ തീരങ്ങളിൽ നടന്ന തർപ്പണ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. പ്രശസ്തമായ മൂലേപ്ലാവ് ശിവരാത്രി കടവിലെ ആൽമരം വെട്ടിമാറ്റാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ബലിതർപ്പണത്തിനെത്തിയവർ ആവശ്യപ്പെട്ടു. മനുഷ്യവാസിതമായ ഭൂമിക്കും ദേവനിർമ്മിതമായ സ്വർഗത്തിനുമിടയിൽ പിതൃക്കൾക്കായി ഭുവർലോകമുണ്ടെന്നാണ് ഹൈന്ദവ വിശ്വാസം. ശരീരം വിടുന്ന ജീവൻ പ്രാണമാത്രമായ സ്ഥൂലദേഹം വെടിഞ്ഞ് ഭുവർലോകത്ത് എത്തുമെന്നും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഈ ലോകം ജലതത്വത്തിൽ അധിഷ്ഠിതമാണ്. അതിനാൽ പിതൃക്കൾക്ക് ജലത്തിലൂടെ ശേഷിക്കുന്ന തലമുറ ഭക്ഷണം നൽകണമെന്ന ചടങ്ങാണ് പിതൃതർപ്പണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരായന കാലത്ത് ദേവന്മാർക്കും ദക്ഷിണായന കാലത്ത് പിതൃക്കൾക്കും തർപ്പണം നടത്തണമെന്നാണ് വിശ്വാസം. ദക്ഷിണായന കാലത്ത് മരിക്കുന്നവർ പിതൃലോകത്ത് എത്തുമെന്നും ഐതിഹ്യം പറയുന്നു. ഈ കുറി മണിമലയാറിന്റെ ഇരുകരകളിലുമായി വിവിധയിടങ്ങളിലാണ് തർപ്പണ ചടങ്ങുകൾ നടന്നത്. പ്രശസ്തമായ മൂലേപ്ലാവ് ശിവരാത്രി മണൽപ്പുറക്കടവിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ 100-കണക്കിന് ഭക്തന്മാർ പങ്കെടുത്തു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ വികസനത്തിനായി കടവിൽ നിൽക്കുന്ന ആൽമരം വെട്ടിമാറ്റാനുള്ള നീക്കം അധികൃതർ ഉപേക്ഷിക്കണമെന്ന് കടവിലെത്തിയ ഭക്തന്മാർ ആവശ്യപ്പെട്ടു. ത്രിവേണി സംഗമമാണിത്, 2 നദികളുടെ സംഗമസ്ഥാനമാണ്. അതുകൊണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ റോഡ് പണിയുടെ ഭാഗമായി ഇത് മുറിച്ചു നീക്കുമെന്നൊരു അഭ്യൂഹമുണ്ട്. ഇത് സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് തന്നെ വികസനം നടത്തണമെന്നാണ് ഞങ്ങളുടെ ഈ തദ്ദേശീയരായ ഭക്തജനങ്ങളുടെ ആഗ്രഹം. മണിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങിന് ക്ഷേത്രമേൽശാന്തി ഹരിനാരായണ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രക്കടവിൽ ഈ കുറി വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. മണിമലക്കാവ്, തൃക്കണ്ണാപുരം ക്ഷേത്രക്കടവ്, വായ്പൂര് ആറാട്ടുകടവ്, കീഴ്തൃക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കടവ്, മല്ലപ്പള്ളി തിരുമാലിട ക്ഷേത്രക്കടവ് എന്നിവിടങ്ങളിലും മണിമലയാറ് തർപ്പണം ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, മണിമല. മല്ലപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ ആയിരങ്ങൾ വാവുബലിയിൽ പങ്കെടുത്തു. ഹവിസ് പിതൃക്കൾക്ക് സമർപ്പിച്ച് വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടത്തി.
എള്ളും പൂവും ഉൾപ്പെടെയുള്ള നവധാന്യം വെള്ളവും ചേർത്ത് തൂശനയിൽ സമർപ്പിച്ച് പിതൃക്കൾക്ക് തൃപ്തി വരുത്തി ഭക്തർ സായുജ്യരായി. മല്ലപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ പതിനായിരങ്ങളാണ് കർക്കിടവാവിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്തത്. തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിന് പതിനായിരങ്ങൾ പങ്കെടുത്തു. നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ക്ഷേത്രത്തിനോട് ചേർന്ന കടവിൽ തയ്യാറാക്കിയിരുന്ന ബലിപ്പുരയിൽ വെള്ളം കയറി. ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ബലിതർപ്പണം. കർമ്മികളുടെ നേതൃത്വത്തിൽ തർപ്പണം നടത്തി മണിമലയാറ്റിൽ മുങ്ങി നിവർന്നതോടെ കർക്കിടവാവ് ബലിതർപ്പണത്തിന് സമാപ്തിയായി. പ്രശസ്തമായ തൃച്ചേപ്പുറം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലും ആയിരക്കണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി ക്ഷേത്രത്തിലെ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗുഹാദർശനം നടത്തുന്നതിനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഭക്തർക്ക് എത്തുന്നതിനായി KSRTC പ്രത്യേക സർവീസുകൾ നടത്തിയിരുന്നു. പോലീസിന്റെ സഹായവും മെഡിക്കൽ ക്യാമ്പും ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഗുഹാദർശനത്തിന് എത്തുന്നവർ ഇവിടെ നിന്നും ചന്ദനം ശേഖരിച്ച് വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കാറുണ്ട്. കർക്കിടവാവിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃച്ചേപ്പുറം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ക്യാമറാമാൻ ജയേഷ് ആലപ്പുഴയ്ക്കൊപ്പം രജിത് കുമാർ, ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവു ബലി തർപ്പണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മീനച്ചിലാറിന്റെ തീരത്ത് പുലർച്ചെ ആരംഭിച്ച ബലികർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി അശോകൻ നേതൃത്വം നൽകി. മൺമറഞ്ഞ പിതൃക്കൾക്ക് ആത്മശാന്തിക്കായി കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിലാണ് പുണ്യതീർത്ഥങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നത്. ബലിതർപ്പണത്തിനായി കോട്ടയം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നാഗമ്പടം മഹാദേവ ക്ഷേത്ര സങ്കേതത്തിലെ മീനച്ചിലാറിന്റെ തീരത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. മീനച്ചിലാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ മുൻവർഷങ്ങളിൽ ബലിതർപ്പണം നടത്തിയ സ്ഥലങ്ങളിൽ നിന്നും മാറിയാണ് കർമ്മങ്ങൾ ഇത്തവണ നടത്തിയത്. നൂറുകണക്കിന് വിശ്വാസികൾ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്രം മേൽശാന്തി ഡോക്ടർ അശോകൻ ശാന്തി ബലിതർപ്പണങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിങ്കളാഴ്ചയുണ്ടായ കനത്ത മഴയിൽ പാലായിൽ കടയത്തിന് സമീപമുള്ള അരുണാമൂലയിൽ സന്തോഷിന്റെ വീട് വെള്ളത്തിലായി. ഒറ്റപ്പെട്ട വീട്ടിൽ കഴിയാനാവാതെ ജീപ്പിലാണ് ഈ കുടുംബം ജീവിക്കുന്നത്. തിങ്കളാഴ്ചയുണ്ടായ കനത്ത മഴയിൽ പാലായിൽ കടയത്തിന് സമീപം അരുണാമൂലയിൽ സന്തോഷിന്റെ വീട് വെള്ളത്തിലായി. പാലാ മുനിസിപ്പാലിറ്റിയിൽ 13-ാം വാർഡിലെ താമസക്കാരനാണ് സന്തോഷ്. റോഡ് പുറമ്പോക്കിനോട് ചേർന്ന് തോടിന്റെ കരയിൽ താമസിക്കുന്ന ഈ കുടുംബത്തിന് 13 സെന്റ് വസ്തുവിന്റെ കൈവശാവകാശ രേഖ മാത്രമാണ് മുതൽക്കൂട്ടായുള്ളത്. കഴിഞ്ഞ വർഷം പിതാവ് മരിച്ചപ്പോൾ അന്ത്യകർമ്മങ്ങൾ ആംബുലൻസിൽ വെച്ച് നടത്തിയതായി സന്തോഷ് പറഞ്ഞു. അന്നും വീട് വെള്ളത്തിലായിരുന്നു. രാത്രി 12:30 വെള്ളം കയറിയതാണ്. വെള്ളം കയറിയിട്ട് സർവ്വസാധനം പെറുക്കി വെക്കുന്നതിന് മുന്നേ അത് ഒഴുകിപ്പോവുകയും കുറേ സാധനങ്ങൾ ഞങ്ങൾ പെറുക്കി ചേറിന്റെ പൊക്കത്തിൽ വെക്കുകയും ചെയ്തു. വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വീട് വെള്ളത്തിലായതോടെ താമസം ജീപ്പിനുള്ളിലേക്ക് മാറ്റി. ഭാര്യയും 5 മക്കളും അടങ്ങുന്ന കുടുംബം ജീപ്പിനുള്ളിലാണ് കഴിയുന്നത്. ആഹാരം പാകം ചെയ്യുന്നതും ബുദ്ധിമുട്ടിലായി. തോടിനോട് ചേർന്ന് താഴ്ന്ന പ്രദേശമായതാണ് അടിക്കടി വെള്ളം കയറുന്നതിന് കാരണം. വീടിരിക്കുന്ന സ്ഥലം മണ്ണിട്ടുയർത്തി റോഡ് നിരപ്പിലാക്കുന്നതിന് സ്ഥലം MLAയും ധനകാര്യമന്ത്രിയുമായ KM മാണിക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണെന്നും കുടുംബാംഗങ്ങൾ അറിയിച്ചു. എന്നെ കഴിയുന്ന പോലെ എന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ ഞാൻ മാണിസാറിന്റെ വീട്ടിൽ ചെന്നിട്ട് സാറിനോട് പറഞ്ഞു, സാറേ ഇതുപോലെ ഞങ്ങൾക്ക് എന്നേലും ഉപകാരത്തെ പെടുന്ന പോലെ ഇതൊന്ന് ആക്കി തരാമോ? 13 സെന്റ് സ്ഥലം ഉണ്ട്. ഇത് സർവേക്കല്ല് ഇട്ടിട്ടുണ്ട് ഈ മുറ്റത്തായിട്ടേക്കുന്നത്. അപ്പോൾ അത് റോഡിനുള്ള ആവശ്യത്തിനുള്ള എടുത്തിട്ടാണേലും ഞങ്ങൾക്കൊന്ന് പതിച്ചു തരുമോ, എന്തേലും പ്രയോജനത്തിലാക്കി തരാമോ? ഞങ്ങൾക്ക് ഉപയോഗമാക്കി എടുക്കണമെങ്കിൽ മണ്ണിട്ട് പൊക്കി റോഡ് വരെ മണ്ണിട്ട് പൊക്കി വരുവാണെങ്കിൽ നമുക്ക് ഇത്രയും ദുരിതമില്ല. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. മണിമല ഗ്രാമപഞ്ചായത്തിന് സമീപം റോഡരികിൽ നിൽക്കുന്ന ഉണങ്ങിയ ആഞ്ഞിലിമരം വെട്ടിമാറ്റാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി എടുക്കുന്നില്ലെന്ന് ആക്ഷേപം. മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ആഞ്ഞിലിമൂട് ജംഗ്ഷനിൽ നാട്ടുകാർ ധർണ നടത്തി. ഈ മാസം 26-ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കാനും സംയുക്ത സമരസമിതി തീരുമാനിച്ചു. ആഞ്ഞിലിമൂടിന് സ്ഥലനാമം നൽകിയ കൂറ്റൻ ആഞ്ഞിലിമരം 1 വർഷം മുമ്പാണ് ഉണങ്ങിത്തുടങ്ങിയത്. 200 ഇഞ്ചിലേറെ വണ്ണമുള്ള മരത്തിന്റെ കൊമ്പുകൾ ഒടിഞ്ഞു തുടങ്ങിയതോടെയാണ് നാട്ടുകാർ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകിയത്. നാട്ടുകാർ നൽകിയ പരാതികൾ ഫയലിൽ ഉറങ്ങിയതോടെയാണ് ജനകീയ സമരത്തിന് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചത്. ആഞ്ഞിലിമൂട് ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുന്ന സ്കൂൾ കുട്ടികളടക്കമുള്ള 100 കണക്കിന് യാത്രക്കാർക്കും സമീപത്തെ വീട്ടുകാർക്കും ഈ വഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്കും ഈ മരം ഉയർത്തുന്ന അപകട ഭീഷണി കാണാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് വില നിശ്ചയിച്ചാൽ മാത്രമേ തങ്ങൾ ഈ മരം വെട്ടിമാറ്റൂ എന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. ഇനി വില നിശ്ചയിച്ചാലും ഇത്രയും വലിയ മരം വെട്ടിമാറ്റാൻ തങ്ങളുടെ കയ്യിൽ പണമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. RDOയുടെ ഉത്തരവ് വാങ്ങി മരം വെട്ടിമാറ്റിയതിനു ശേഷം മാത്രം സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് വില നിശ്ചയിച്ചാൽ മതി എന്ന പുതിയ നിയമം നിലവിലിരിക്കെയാണ് ജനങ്ങളുടെ ജീവന് വില പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ നിസ്സംഗത പാലിക്കുന്നത്. ഇത് തികച്ചും ജനങ്ങളോടുള്ള വെല്ലുവിളിക്ക് തുല്യമാണെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മൈലേട്ട് പറഞ്ഞു.
വില നിർണ്ണയം കിട്ടിയാലേ മുറിക്കൂ എന്നൊന്നും PWDക്ക് അവകാശപ്പെടാനില്ല. ജീവനും സ്വത്തിനും ഭീഷണിയായ ഈ മരം PWDക്ക് മുറിച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ശിഖരങ്ങളെങ്കിലും ഇറക്കി മാറ്റിയിട്ട് വീണ്ടും അത് വില നിർണ്ണയം നടത്തി ലേലം ചെയ്യാവുന്നതാണ്. കരിമ്പനാക്കുളം തിരുഹൃദയ ദേവാലയ ഇടവക KLMന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ യൂണിറ്റ് കോർഡിനേറ്റർ ജോസഫ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തകൻ H. അബ്ദുൽ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് LJ മാത്യു ളാനിത്തോട്ടം, ജോസ് പാനത്തിനാൽ, ജോമോൻ തുണ്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മരം വെട്ടിമാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറല്ലെങ്കിൽ ജനകീയ സമരം ശക്തമാക്കുമെന്നും ഈ മാസം 26-ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുമെന്നും തുടർന്ന് ഹർത്താലിനെ ആഹ്വാനം ചെയ്യുമെന്നും സംയുക്ത സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മണിമല. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പിണ്ണാക്കുമല SNDP ഭജന മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസിമോൾ മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA മോഹൻദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനോയ് ഐപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട്, പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന നല്ല കൂട്ടുത്തരവാദിത്തമുള്ള നല്ല കുടുംബങ്ങളെ നല്ല വ്യക്തികളായി തീരുവാൻ കുട്ടികൾക്ക് മാതൃകയായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളിയിൽ കാർ അപകടത്തിൽ പിഞ്ചുകുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. മരിച്ചത് മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശി ദാമോദരനും മകനും കൊച്ചുമക്കളും. അപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച്. മീനച്ചിലാറും കൈവഴികളും കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയവും പരിസരവും വെള്ളത്തിലായി. ദുരിതാശ്വാസ ക്യാമ്പുകൾ വീണ്ടും തുറന്നു. വാഴൂരിലും കാഞ്ഞിരപ്പള്ളിയിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച. വാഴൂരിൽ BJP പിന്തുണ തോമസ് വെട്ടുവേലിക്ക്, കാഞ്ഞിരപ്പള്ളിയിൽ UDF വിപ്പ് നൽകി. വായ്പൂര് വലിച്ചാൽ പാലം പണിയുടെ നിയമതടസ്സം നീങ്ങി. പണി ഉടൻ ആരംഭിക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.